ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഡിസംബർ 20 ജെഫ് ഫൗളർ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ലൈവ് ആക്ഷൻ അനിമേഷൻ ചിത്രമാണ് സോണിക് ദി ഹെഡ്ഡോഗ് 3. കഴിഞ്ഞ 2 സിനിമകളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമകളാണ്. 2 സിനിമകളും ഒന്നിനൊന്നും മെച്ചൊന്നും ഞാൻ പറഞ്ഞിരിക്കുന്നു. ഈ സിനിമയിലും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് വളരെയധികം സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് സോണിക്കും നക്കിൾസും ഇപ്പോൾ ടെയിൽസ് എന്ന് പറയുന്ന ആ ഏലിയൻസ് എല്ലാവരും കൂടി ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് കഴിയുന്നത്. അങ്ങനെ ഈ ഫാമിലി ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു ത്രെഡ് എർത്തിലേക്ക് വരികയാണ്. അത് വേറെ ആരുമല്ല, ഷാഡോ എന്ന് പറയുന്ന സോണിക്കിൻ്റെ അതേ രൂപമുള്ള പുതിയൊരു ഏലിയനാണ്. പക്ഷേ ഷാഡോ ഒരു സത്യം പറഞ്ഞൊരു സാധുവാണ്. പക്ഷേ ആ സൊസൈറ്റി കാരണമാണ് അദ്ദേഹത്തിനെ ഒരു വില്ലനായിട്ട് മാറ്റിയത്. പക്ഷേ സോണിക്കിനെക്കാട്ടിയും നക്കിൾസിനെക്കാട്ടിയും നല്ല പവറുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രാവശ്യം ഈ സിനിമയിലോട്ട് വരുന്നത് ഷാഡോ എന്ന് പറയുന്നത്. ഷാഡോ എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നക്കിൾസിനെക്കാട്ടി ബലശാലിയാണ് ഈ ഷാഡോ എന്ന് പറയുന്നത്. നക്കിൾസിനെ ഉള്ളതിൽ ബലശാലി, അതിനെക്കാട്ടി എത്ര ഇരട്ടി ബലശാലിയാണ് ഷാഡോ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഈ ഷാഡോ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജോൺ വിക്കിലെ നായകനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൈലൈറ്റും ഈ സിനിമയിലുണ്ട്. അപ്പം സോണിക്കും വേഴ്സസ് നക്കിൾസും സോണിക് വേഴ്സസ് ഷാഡോയും തമ്മിലുള്ള ഫൈറ്റ്സ് ഗംഭീരമായി വന്നിട്ടുണ്ട്. അതിലെക്കാട്ടി എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വില്ലനായ എഗ്മാനെ കുറിച്ചാണ്. എഗ്മാൻ റിട്ടേൺസ് ആണ് ഇതിൽ. എഗ്മാൻ വേറെ ലെവലാണ്. അദ്ദേഹം ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കോമഡി ചെയ്യാനും ഒരു ഇമോഷണൽ ആക്കാനും ഈ എഗ്മാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് സഹായിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ നട്ടലെന്ന് പറയുന്നത് ഈ എഗ്മാൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ആ വില്ലൻസ് ആയാലും കോമഡി ആയാലും കണ്ടുപിടിച്ചിരുത്തും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കണ ഒരു ഫ്രണ്ടായിട്ടുള്ള സ്റ്റാഫും അദ്ദേഹവും ഈ സിനിമയിൽ നല്ല വർഷം പിടിച്ചിരുത്തുന്നുണ്ട്. ഈ എഗ്മാൻ എന്ന് പറയുന്നത് വേറെ ലെവലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ സിനിമയിൽ. എനിക്ക് അത്ര പറയാനുള്ളൂ, ബാക്കി നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഈ സിനിമ നമ്മളോടൊക്കെ തിയേറ്ററിൽ അത്ര റിലീസ് കുറവായിരുന്നു. കാരണം വെച്ചാൽ മാർക്കോയുടെ കൂടെയും പിന്നെ നമ്മുടെ റൈഫിൾ ക്ലബിൻ്റെ കൂടെയൊക്കെയാണ് ഈ സിനിമ ഇറങ്ങിയത്. അതുകൊണ്ട് കേരളത്തിലൊക്കെ പൊതുവേ ഈ സിനിമ കുറവായിരുന്നു. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ ലുലു മാളിലാണ് ട്രിവാൻഡ്രത്തുള്ള ഈ സിനിമ കാണാൻ കഴിയുന്നത്. അത് അങ്ങനെ കാണാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഫെബ്രുവരി 2025 മിഡോടെ ആമസോൺ പ്രൈം വീഡിയോ വഴിയോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയോ സോണിക് ദി ഹെഡ്ഡോഗ് 3 അവൈലബിളായി തുടങ്ങും. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പ്രേക്ഷക നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ പലതരങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പോൾ എൻ്റെ അഭിപ്രായം പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ അഭിപ്രായം. അപ്പോൾ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം മാക്സിമം കാണാൻ പറ്റുന്നവരാണെങ്കിൽ കണ്ടു നോക്കുക. കണ്ടിരുന്ന് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.